വക്രയിലുള്ള അൽബെയ്ത്ത് അൽ കുവൈത്തി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അട്രാക്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡൈനിങ് അറേഞ്ച്മെൻറ്റാണ്. അതായത് നമുക്ക് ഒരു റൂം പോലെ ഓപ്പൺ ചെയ്ത് തന്നിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഞങ്ങൾ ഷോക്കായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിലത്തൊരു ചുവന്ന പരവതാനിയൊക്കെ വിരിച്ചിട്ട് അതുപോലെ ഒരു ഷീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഷീറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിലത്തിരുന്ന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇരുന്ന് കഴിക്കത്തില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ പില്ലോസ്, ടി വിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. പിന്നെ അവിടെ എന്തൊക്കെ അറബിക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന താരം ഇവരാണ് മക്ലൂബ ചിക്കൻ. 60 ഖത്തറിയാലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഒരു ക്രീമി ചിക്കൻ സൂപ്പായിരുന്നു കേട്ടോ. നമ്മുടെ ചിക്കൻ സൂപ്പാണ് ആദ്യം വന്നപ്പോൾ തന്നെ ഞാനതിൻ്റെ ഷേപ്പ് കണ്ടൊന്നും ഞെട്ടിപ്പോയി. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിടിച്ചു നോക്കിയപ്പോഴാണ് സംഭവം ബ്രെഡാണെന്ന് മനസ്സിലായി കേട്ടോ. ആ ബ്രെഡ് നല്ലൊരു ഭരണി പോലെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് ഈ ക്രീമി ചിക്കൻ സൂപ്പ് വെച്ചേക്കുന്നത്, ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു ജസ്റ്റ് സ്പൂണൊന്ന് വായിലേക്ക് വെച്ചപ്പോൾ തന്നെ എനിക്കൊന്നും പറയാൻ അറിയില്ല ഗൈസ്. ഹെവൻ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്രീമി ചിക്കൻ സൂപ്പാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസ്റ്റായിട്ട് എല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ അത് വേഗം തന്നെ ഞാനങ്ങ് ഫിനിഷ് ആക്കി. പിന്നെ നമ്മുടെ താരം വന്നു മക്ലൂബ ചിക്കൻ. 2 തട്ടും കുട്ടൊക്കെ കഴിഞ്ഞ് സംഭവം നമ്മുടെ പ്ലേറ്റിലായി. അപ്പോൾ അത്യാവശ്യം പൊട്ടറ്റോസും അതുപോലെ വഴുതനങ്ങയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെജിറ്റബിൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് മക്ലൂബ ചിക്കൻ. നമ്മുടെ റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗീ റൈസ് പോലത്തെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഗീ റൈസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു വെറൈറ്റി നല്ല എമ്മി ടേസ്റ്റാണ്. നമുക്കതിന് ടച്ചിങ്സ് ആയിട്ട് കിട്ടിയത് നമ്മുടെ സോസാണ്. റെഡ് സോസും ഉണ്ടായിരുന്നു, ഗ്രീൻ സോസും ഉണ്ടായിരുന്നു. അത് സംഭവം ഞാൻ ആദ്യം ഈ ഒരു സംഭവം ട്രൈ ചെയ്തപ്പോൾ തന്നെ പുള്ളിക്കാരൻ വായി വെച്ചപ്പോൾ തന്നെ അവൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം സെറ്റാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാം, ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നി ഉണ്ട്. ആ ചട്നിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഹെവൻലി ഫീൽ. അതുപോലെ നന്നായിട്ട് വെന്തിട്ടുള്ള പൊട്ടറ്റോ, അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ കാര്യമൊക്കെ ഉണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ചിക്കനൊക്കെ നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആയിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യും. ഈ ഒരു സോസും കൂട്ടി കഴിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്.